ഹായ് നമസ്കാരം കൂട്ടുകാരെ, താളന്തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയെല്ലാം കുഴച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നി ഞാൻ പുട്ടുണ്ടാക്കുന്ന സമയത്ത് എന്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് സോഫ്റ്റ്നെസ് ആക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടോയെന്നറിയില്ല. അപ്പോൾ ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നിത് കാണിച്ചു കൊടുത്താൽ അവരും കൂടി ചെയ്യുമല്ലോ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്നൊരു വീഡിയോ പിടിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ പുട്ട് കുഴച്ചടം വരെയുള്ള വീഡിയോ ഇല്ല, അത് കഴിഞ്ഞതിന് ശേഷമില്ല വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. പോകാം വീഡിയോയിലേക്ക്. ഞാനിത് അങ്ങനെ അരി നന്നായി പൊടിച്ച് വറുത്തെടുത്തിട്ട് നന്നായി നനച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ പുട്ടിന് കുറച്ചും കൂടുതൽ വെള്ളം വേണം, അതുകൊണ്ട് ഞാൻ നല്ലോണം വെള്ളം കൂട്ടി കുഴച്ച് വെച്ചതാണിത്. ഒരു 10 മിനിറ്റ് സമയം വെച്ച് കഴിയുമ്പോൾ കണ്ടില്ല ഈ രൂപത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം. ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മാത്രം മതി. അന്നേരം നല്ല സോഫ്റ്റ്നെസ് പൂ പോണക്കത്തെ പുട്ട് കിട്ടും നമുക്ക്. നിങ്ങൾക്കൊന്നും പുട്ടുണ്ടാക്കുമ്പോൾ ഇത്ര വെള്ളം മതി, ഒറ്റയടി ഉണ്ടാ ഇത്ര മതി. എന്താ നല്ല സോഫ്റ്റ്നെസ്സിൻ്റെ ആയിട്ടുണ്ടാകും. നിങ്ങളുണ്ടാക്കുന്നത് ഇത്ര വെള്ളം കൂട്ടിയിട്ടായിരിക്കില്ല. അന്നേരം അങ്ങനെ ഉണ്ടാക്കുന്ന പുട്ടും കുഴച്ച് വെച്ചൊരു 10 മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം ഒന്നിങ്ങനെ അടിച്ചെടുത്തിട്ട് ഉണ്ടാക്കി നോക്കും നിങ്ങൾ കേട്ടോ. നല്ല സോഫ്റ്റ്നെസ് പുട്ടായിരിക്കും. അങ്ങനെ ഒന്നും ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറിയിലൊന്നും ആവശ്യമില്ല അതിന്. അപ്പം അങ്ങനെ എൻ്റെ പുട്ട് റെഡി ആയിട്ടുണ്ട് കണ്ട. നല്ല ഇതിപ്പോൾ ഇത്രയും കൂടുതൽ വെള്ളം നനച്ചിട്ട് തന്നെ ഈ പുട്ടിന് ഇത്ര സോഫ്റ്റ്നെസ് ഉണ്ട്. എന്നുവെച്ചാൽ വെള്ളം കൂടുതലാണെന്ന് എനിക്ക് പുട്ടിന് കട്ടി കൂടുതൽ വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് കുറച്ചും നല്ല സോഫ്റ്റ്നെസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ നോർമലിൽ പുട്ടിന് പൊടി കുഴക്കുന്ന കണക്ക് കുഴച്ചിട്ട് ഇത് കണക്കൊന്ന് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി പുട്ട് കിട്ടും. ഞാനപ്പോൾ ഇന്ന് പുട്ടും പൊട്ടറ്റോ കൊണ്ടിൽ ഒരു കുറുമയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. പുട്ടിന് പൊട്ടറ്റോ കുറുമയോ ഒന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. നമ്മ അങ്ങനെയാണ് കേട്ടോ. ഉണ്ടല്ലേ, 2 കുറ്റി പുട്ടുണ്ട്, പൊട്ടറ്റോ കുറുമയും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ചായ കുടിക്കലായി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ചായ കുടിക്കലാണ്. ഏട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാനിനിയിപ്പോൾ ഒരു കഷ്ണം പുട്ടും പൊട്ടറ്റോ കുറുമയും കൂടി ചായ കുടിക്കലായി. നിങ്ങൾ ഇനി പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അത് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റിൽ പറയണം. ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടാകുമായിരിക്കും, പക്ഷേ ഇല്ലാത്തവരുണ്ട് എങ്കിൽ ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.